ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ ദിമിത്രി ഡയമന്റോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്നുള്ള വാർത്തകൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നു. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിന് നിരവധി താരങ്ങൾക്ക് പരിക്ക് പറ്റിയിരുന്നു. ലൂണക്ക് അതുപോലെ പെപ്രക്കൊക്കെ പരിക്ക് പറ്റിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിയ താരമായിരുന്നു ദിമിത്രി. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിരാശ നൽകുന്ന വാർത്തയായിരിക്കും. പക്ഷേ ദിമിത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു തീരുമാനം കൂടിയാണിത്. 2-3 സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ടായി അദ്ദേഹത്തിന് കിരീടം നേടാൻ പിന്നെ ഈ ഒരു സീസണിലും ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ അതുപോലെ ഈസ്റ്റ് ബംഗാൾ ടീമുകളൊക്കെ രംഗത്തുണ്ടായിരുന്നു. മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ടീമിന്റെ ഒക്കെ കൂടെ അദ്ദേഹം ചേരുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഒരു ക്വാളിറ്റി സ്ട്രൈക്കറാണ്. അദ്ദേഹത്തിന്റെ പിറകിൽ മികച്ച മിഡ്ഫീൽഡർമാരുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം സ്വന്തമാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ദിമിത്രിയുടെ തീരുമാനമായിരിക്കും അദ്ദേഹം ഇന്ത്യയിൽ തുടരുകയാണോ അതോ അദ്ദേഹത്തിന്റെ ഗ്രീക്കിലേക്ക് പോയിട്ട് അവിടെയുള്ള ഏതെങ്കിലും ക്ലബിൽ ചേക്കേറുകയോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ അദ്ദേഹം തുടരുകയാണെങ്കിൽ അദ്ദേഹത്തെ സൈൻ ചെയ്യുന്ന ടീമുകൾക്ക് ദിമിത്രി ഡയമന്റോസ് എന്തായാലും ഒരു മുതൽക്കൂട്ടായിരിക്കും. കാരണം അത്രയും ക്വാളിറ്റി സ്ട്രൈക്കറാണ്. മിഡ്ഫീൽഡിൽ നിന്നും അദ്ദേഹത്തിൽ പന്തെത്തിച്ചു കൊടുത്താൽ ഏറ്റവും ഗോൾ സ്കോർ ചെയ്യാൻ കഴിവുള്ള ഒരു താരം കൂടിയാണ് ദിമിത്രി ഡയമന്റോസ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിൽ നിന്ന് ദിമിത്രി ഡയമന്റോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കും. ഇനി അദ്ദേഹം ഇന്ത്യയിൽ തുടരുമോ ഇല്ലയോ എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും.